മഹത്വ പ്രത്യക്ഷതയോട് അനുബന്ധിച്ച് നടക്കേണ്ട കാര്യമാണ് 1000 ആണ്ട് വാഴ്ച. താൻ മഹത്വത്തിൽ പ്രത്യക്ഷനാവും എന്ന് നമുക്കറിയാം. അതിന് ഏകദേശം 7 വർഷം മുൻപ് സഭ എടുക്കപ്പെടും. അത് സഭയുടെ ഉത്പ്രാപണം എന്നാണ് പറയുന്നത്. അങ്ങനെ വിശുദ്ധന്മാരായ നാം, സഭയുടെ അംഗങ്ങളായ നാം കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം നടക്കും. അതേ സമയത്ത് ഭൂമിയിൽ പീഡനകാലമാണ് നടക്കുന്നത്. കഷ്ടകാലം എന്നൊക്കെ പറയുന്നുണ്ട്, മഹാപീഡനം എന്നൊക്കെ നാം പറയുന്ന കാര്യമാണ്. ആ മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവ് ഒലുമലയിൽ വരും. ആ ഒലുമല 2ആയി പിളരും എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് താൻ ന്യായം വിധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. നാം ഇങ്ങനെ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, 25-ാം അധ്യായത്തിൽ കാണാം. അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവൻ ജാതികളെ ന്യായം വിധിക്കും. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെയും ന്യായം വിധിക്കും. അതുകൂടാതെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അത് കർത്താവിന്റെ മഹത്വത്തിൽ വരുന്നതിന് ശേഷം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ്, പ്രത്യേകം ശ്രദ്ധിക്കുക, മഹത്വത്തിൽ വന്ന് താൻ ഒലുമലയിൽ വരുന്നതിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് ഏതാണ്ട് 75 ദിവസത്തെ ഒരു ഇടവേള ഉള്ളതായിട്ട് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ വായിച്ചാൽ വളരെ വിശദമായി പഠിക്കേണ്ട വാക്യങ്ങളാണ്. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അവിടെ കർത്താവിന്റെ വരവിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മധ്യയുള്ള 75 ദിവസത്തെ കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 75 ദിവസത്തിൽ പല കാര്യങ്ങൾ നടക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ആ വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം. ആരെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. വാക്യങ്ങൾ നമ്മൾ വായിക്കാം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം 1335 ദിവസം ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു പഠിക്കാമെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഏതാണ്ട് 75 ദിവസത്തെ ഒരു ഇടവേള കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഇടവേളയുടെ അന്ത്യത്തിലാണ് 1335 ദിവസം ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 25-ാം വാക്യം ആ ഭാഗ്യവാന്മാർ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. 34-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 25-34. ആരെങ്കിലും എന്നെ വായിച്ച് സഹായിക്കുന്ന നന്നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരി ഉണ്ടായിരുന്നു, എനിക്ക് വായിച്ചാൽ സഹായമായിരിക്കും. 25-ന്റെ 34 മുതലുള്ള 34-ാം വാക്യം. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഇവിടെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ആരാണ്? ഭാഗ്യവാന്മാരാണ് ചെയ്യേണ്ടത്. അഥവാ അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. ദോസ് ഹു ആർ ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ഈ 75 ദിവസത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട്
ഇസ്രയേലിന്റെ കൂട്ടിച്ചേർപ്പ്, അതായത് ഗ്യാതറിംഗ് ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രയേൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കെടുക്കുന്ന സർവ യഹൂദനും മടങ്ങി ഇസ്രയേലിലേക്ക് മടങ്ങി വരും. ദൈവം അവരെ ചേർക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 24:31. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതാണ് നടക്കുവാൻ പോകുന്ന പ്രഥമമായ കാര്യം. അതേസമയം തന്നെ കർത്താവ് വന്നു കഴിഞ്ഞാൽ തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് ഇസ്രയേലിന്റെ ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കും, കൊന്നുകളയും. അതിനുശേഷമാണ് ഈ യഹൂദ ജനത്തെ ചേർക്കുന്നത്. അവരെ ന്യായം വിധിക്കുവാനായി ചേർത്ത് കൂട്ടുകയാണ്. ഇസ്രയേലിന്റെ ന്യായവിധി അവിടെ ഉണ്ടാകും. അഥവാ ജീവനോടിരിക്കുന്ന യഹൂദന്റെ ന്യായവിധി അവിടെ ഉണ്ടാകും. അതിനുശേഷം പിന്നീട് കാണുന്നത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ 31-ാം വാക്യം വായിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ് സിംഹാസനത്തിൽ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. ഇവിടെ മതി, ജാതികളുടെ ന്യായവിധിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ശത്രുക്കളെ നിഗ്രഹിക്കും എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ കൂട്ടിച്ചേർക്കും. അവരെ ന്യായവിധിക്കായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അവരെ ന്യായം വിസ്തരിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് സർവ്വജാതികളെയും കൂട്ടിവരുത്തും, അവരെയും ന്യായം വിധിക്കും. അങ്ങനെ അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നടക്കുന്ന പല സംഭവങ്ങളാണ്. ഒന്ന്, ഇസ്രയേലിനെ തന്നെ വെളിപ്പെടുത്തും. അവർ കുത്തിയമങ്കിലേക്ക് നോക്കും. അങ്ങനെ കുത്തിയമങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് അവർ വാസ്തവത്തിൽ അവർ മാനസാന്തരപ്പെടും. രാഷ്ട്രീയമായിട്ട് ആസ് എ നാഷണൽ ക്ലെൻസിംഗ് വിൽ ടേക്ക് പ്ലേസ്. രാജകീയമായിട്ട് രാജാവ് ഇസ്രായേൽ ജനം മുഴുവനും രക്ഷിക്കപ്പെടും. അവർ കർത്താവിനെ നോക്കി കർത്താവിനെ അംഗീകരിക്കും. ഇവൻ യഥാർത്ഥത്തിൽ മസിയായിരുന്നു, അഥവാ നസറേനായ യേശുവിനെ അവർ മസിയായിട്ട് അംഗീകരിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒന്നാണ് സാത്താനെ ബന്ധിക്കും. സാത്താനെ ബന്ധിക്കുവാനായിട്ട് ശക്തനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവനെ ബന്ധിച്ചിട്ട്, അവനെ മാത്രമല്ല സാത്താനോടൊപ്പം അവന്റെ എല്ലാ സൈന്യങ്ങളെയും, അതാ സാത്താന്റെ സൈന്യങ്ങളെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ അവരെ ഇടും. 1000 ആണ്ട് അഗാധ കൂപത്തിൽ ഈ എല്ലാ ശത്രുക്കളും, അഥവാ സാത്താനും അവന്റെ കൂട്ടരും ബന്ധിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതിനുശേഷമാണ് താൻ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നത്. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് തന്നെ വളരെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 75 ദിവസത്തിന് ശേഷം അവസാനം സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കും. 1335 ദിവസത്തിൽ ആ ദിവസത്തിൽ എത്തുന്നവർ ഭാഗ്യവാന്മാരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി നമുക്ക് സഹസ്രാബ്ദ വാഴ്ചയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞ പോലെ സാത്താനെയും അവന്റെ കൂട്ടരെയും ബന്ധിക്കുന്നതായിട്ട് നാം കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അതിനുശേഷം താൻ രാജ്യം സ്ഥാപിക്കും. ഏത് വിധത്തിലുള്ള രാജ്യമായിരിക്കും? ആരാണ് ആ രാജ്യത്തിലെ പ്രജകൾ? ആരൊക്കെയാണ്? എന്തൊക്കെ വിധത്തിലാണ് രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്? അതിന്റെ തലസ്ഥാനം എന്താണ്? ആ രാജ്യസ്ഥാപനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ദൈവം ഒരു രാജ്യം സ്ഥാപിക്കും. താൻ ഈ ലോകത്തിൽ താൻ ഭരണം ഏറ്റെടുക്കും. കർത്താവ് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, നമുക്ക് അതിനകത്ത് എന്താണ് റോൾ ഉള്ളത്? നമുക്ക് ആ ഭരണത്തിൽ നാം ആയിരിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മെ വീണ്ടെടുത്തപ്പോൾ നമ്മെ രാജകീയ പുരോഹിത വർഗമാണാക്കിയത്. അതൊക്കെ
രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. പുരോഹിതന്മാരെന്ന നിലയിൽ നാം അവനെ ആരാധിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നാം അവനെ ആരാധിക്കുന്നു. എന്നാൽ നമ്മെ നോക്കിയാൽ രാജാക്കന്മാരാണെന്ന് പറയാൻ സാധ്യമല്ല. ആ പദവിയൊന്നും നമുക്കില്ല. എന്നാൽ രാജാക്കന്മാർ, എന്നാൽ നമ്മെ വീണ്ടെടുത്തോൾ ഈ രണ്ട് പദവികളും നൽകിയാണ് വീണ്ടെടുത്തത്. രാജകീയ പുരോഹിതന്മാരായിട്ടാണ് വീണ്ടെടുത്തത്. എന്നാൽ ആ രാജകീയ പദവി അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അത് യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 തിമോത്തിയോസ് 2:12 വായിക്കാം. അവിടെ നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2:12. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളി പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. 2:12 വായിച്ച അതിന് നാം അവനോട് അല്ല. ഓക്കെ, റോമൻസ് 8:17 വായിക്കാം. റോമാലേഖനം 8:17. റോമർ 8:17. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ നാം അവനോടൊപ്പം വാഴും എന്ന പ്രയോഗം നമുക്ക് കാണുകയും വായിക്കാം. 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. If we suffer, we will reign with him. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. If we suffer, നാം അവർ കഷ്ടത അനുഭവിക്കുവാൻ അവനോടുകൂടെ നാം വാഴും. വെളിപ്പാട് പുസ്തകം 5:10 അത് കാണുന്നത്. We shall reign on the earth. വായിക്കാം. വെളിപ്പാട് 5:10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഭൂമിയിൽ വാഴുന്നു. നാം വാഴുവാൻ പോവുകയാണ്. അതോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, നമുക്ക് രാജാക്കന്മാരായി വാഴുവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കർത്താവിനോടൊപ്പം ആ രാജ്യത്തിൽ നമുക്ക് രാജ്യം ഭരിക്കുവാനുള്ള ആ പ്രാപ്തി നമുക്ക് ലഭിക്കും. അന്നാണ് നാം യഥാർത്ഥത്തിൽ രാജാക്കന്മാരായി പുരോഹിതന്മാരുമായിട്ട് അവനെ ആരാധിക്കുവാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കർത്താവായ യേശു ക്രിസ്തുവാണ്. സർവ്വലോകത്തിന്റെയും ഭരണാധികാരിയാണ്. ഒരു ഗവൺമെന്റിന്റെ അഥവാ ഒരു ഭരണകൂടത്തിന്റെ പ്രധാനമായ 3 കാര്യങ്ങളാണ് ഒരു ഭരണകൂടത്തിലുള്ളത്. അത് ഒന്ന് ജുഡീഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതിയാണ് ന്യായപീഠം. സുപ്രീം കോടതിയിലെ ജഡ്ജ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അതൊരു ഭരണഘടനയുടെ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലുള്ളതാണ് ജുഡീഷ്യറി. 2 ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനം. അതാണ് പാർലമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പാർലമെന്റിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലികളിൽ അഥവാ സംസ്ഥാനത്തെ അസംബ്ലികളിലാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന നിയമസഭയാണ്. 3 എക്സിക്യൂട്ടീവ് പവർ. അത് പ്രായോഗികമാക്കി തീർക്കുന്നതാണ് രാജാവിന്റെ ചുമതല. അതാണ് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ. നമുക്കറിയാം, ഈ 3 കാര്യങ്ങളും ഏത് രാഷ്ട്രത്തിനും ഉള്ളതാണ്. ഭരണത്തിന് ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം: ജുഡീഷ്യൽ, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. എന്നാൽ വരുവാൻ പോകുന്ന മില്ലിനിയൽ കിങ്ഡത്തിൽ അഥവാ രാഷ്ട്രത്തിൽ ഈ 3 പദവികളും അഥവാ ഒരേ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു. യെശയ്യാപ്രവചനം 33:22 വാക്യം വായിക്കുക. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 3 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു രാജ്യത്തും അങ്ങനെയല്ല. കാര്യം ഇത് 3 ആയിട്ടേ ഇരിക്കുള്ളൂ. ഇത് 3 ഒരു വ്യക്തിയിലാണെങ്കിൽ അഴിമതി കൂടാൻ സാധ്യതയുണ്ട്. അഴിമതി ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളും ഇത് 3 വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജുഡീഷ്യറി,
ചീഫ് ജസ്റ്റിസും അതിന്റെ തുടർന്നുള്ള ജഡ്ജിമാരുമാണ് ജുഡീഷ്യൽ. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററും അവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മില്ലേനിയൽ കിങ്ഡത്തിൽ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ 3 ചുമതലകളും വഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അവനിലാണ് അതെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്. അത് മനോഹരം. ഈ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. വരുവാൻ പോകുന്ന ഭരണ സംവിധാനത്തിന്റെ പ്രസക്തമായ ഒരു വാക്യമാണ് യെശയ്യാപ്രവചനം 33:22. ലോകം മുഴുവനും കർത്താവ് ഭരിക്കും, യെരൂശലേം ആയിരിക്കും അതിന്റെ തലസ്ഥാനം. നമുക്ക് നോക്കാം, യെശയ്യാപ്രവചനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. യെശയ്യാപ്രവചനം 2-ാം അധ്യായം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ യെരൂശലേം തലസ്ഥാനമായിരിക്കും. സർവ പർവ്വതങ്ങൾ, അഥവാ ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളും ഉന്നതമായ പർവ്വതമായിരിക്കും യെരൂശലേം. ഇന്ന് നമുക്കറിയാം എവറസ്റ്റ് ആണ് ഏറ്റവും ഉയർന്ന പർവ്വതം. എന്നാൽ ആ കാലഘട്ടത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഏറ്റവും ഉന്നതമായ പർവ്വതം യെരൂശലേമിലായിരിക്കും. അവിടെ ആയിരിക്കും വേൾഡ് ഗവൺമെന്റ്, വേൾഡ് പാർലമെന്റ്, ലോക പാർലമെന്റ് അവിടെ ആയിരിക്കും സ്ഥാപിതമായിരിക്കുന്നത്. ജനങ്ങൾ അവിടേക്ക് ഒഴുകിച്ചെല്ലും. അവരുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനായിട്ട്, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് അവിടേക്ക് ഒഴുകിച്ചെല്ലും. അവിടെ നിന്നാണ് നിയമങ്ങൾ പുറപ്പെടുന്നത്, ലെജിസ്ലേഷൻസ് പുറപ്പെടുന്നത്. അപ്പോൾ ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് യെരൂശലേം തീരും എന്ന് ഇവിടെ ഈ വേദഭാഗത്ത് കാണുന്നു. യെരൂശലേം എന്ന ക്യാപിറ്റലിൽ നിന്നുകൊണ്ടായിരിക്കും കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയിൽ വാഴുവാൻ പോകുന്നത്. അവിടെ എല്ലാവരും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും രാജാക്കന്മാരും അവിടേക്ക് കടന്നു ചെന്ന് അവനെ ആരാധിക്കും. സക്രിയ പ്രവചനത്തിൽ വായിക്കുക, 14-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. സർവ്വ രാജാക്കന്മാരും യെരൂശലേമിലേക്ക് ചെന്ന് അവനെ ആരാധിക്കും. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരി പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകയില്ല. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകയില്ല. കൂടാരി പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സർവ്വ രാജ്യങ്ങളും അവിടുത്തെ എല്ലാ വ്യക്തികളും യഹോവയെ നമസ്കരിക്കുവാൻ കൂടാര പെരുന്നാളിൽ അവിടേക്ക് യെരൂശലേമിലേക്ക് പോകും. അവനെ നമസ്കരിക്കും. എല്ലാ രാഷ്ട്രങ്ങളും ഇൻക്ലൂഡിങ് മിസ്രൈം. എന്നാൽ ആരെങ്കിലും ഇത് ചെയ്യാതെ അനുസരിക്കാതിരുന്നാൽ അവർക്ക് മഴ ഉണ്ടാകില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം ഇത് പരിശോധിക്കുകയും ജാതികളെ അവരെ കർത്താവിനെ നമസ്കരിക്കാതിരിക്കുന്നവരെ ശിക്ഷിക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ യെരൂശലേമിൽ എല്ലാ രാജാക്കന്മാരും, സർവ്വലോകത്തിലെ രാജാക്കന്മാരും കർത്താവിനെ നമസ്കരിക്കുവാനായി പോകും. ഈ ഭരണം ഏത് വിധത്തിലുള്ള ഭരണമാണ് എന്ന് കാണുവാൻ കഴിയുന്നത്? അവൻ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലവരും ദുഷ്ടന്മാരും ഉണ്ട്, അല്ലെങ്കിൽ ഇരുമ്പുകോലിന്റെ ആവശ്യമില്ല. എന്നാൽ അതിന് തന്റെ ഭരണത്തെ എതിർക്കുന്നവരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 2:9. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇരുമ്പുകോൽ കൊണ്ട് അവൻ ഭരിക്കുന്നതായിരിക്കും. അഥവാ ദുഷ്ടന്മാരെ അവൻ നീക്കിക്കൊണ്ടിരിക്കും. ദുഷ്ടന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാഹ്യമായ പിശാചിന്റെ ശക്തികൾ ഇല്ല എങ്കിലും, ദുഷ്ടാത്മാക്കളുടെ ശക്തികൾ ഇല്ല എങ്കിലും, മനുഷ്യന് സ്വാഭാവികമായ വീണുപോയ മനുഷ്യന്റെ ആ സ്വഭാവം, ദൈവത്തോട് എതിർക്കുന്ന സ്വഭാവം ഉണ്ടാകും.
അങ്ങനെയുള്ള ദുഷ്ടന്മാരെ രാവിലെ തോറും അവൻ നീക്കിക്കളയും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 4-5 വാക്യം വായിക്കുക. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. എത്ര ഭംഗിയായിട്ടുള്ള ഭരണമാണ്. നീതിയോടുകൂടി ഭരിക്കും. അവൻ ബലഹീനരെ സഹായിക്കുന്നവനായിരിക്കും, എന്നാൽ ദുഷ്ടന്മാരെ നീക്കിക്കളയുന്നതായിരിക്കും. ഈ ഭരണകൂടത്തിൽ നമുക്കും പങ്കുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരിക്കുന്ന സംവിധാനത്തിൽ നാമും അവനോടൊപ്പം ഭരിക്കും. വെളിപ്പാട് പുസ്തകം 2:27 വാക്യം. ആരായിരിക്കും ഭരിക്കുന്നത്? അവിടെ ഒരു പ്രതിഫലമായിട്ട് സഭയ്ക്ക് നൽകിയ ഒരു പ്രതിഫലം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് 2:27 പ്രതിഫലം കാണാം. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഇവിടെ കർത്താവ് ഇരുമ്പുകോൽ കൊണ്ടാണ് അവരെ ഭരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയശ്രീലാളിതരായ അഥവാ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ചവരും അവനോട് കൂടെ ഭരിക്കുന്നതിൽ ഇടപെടും. അവരും ഇവരെ കർത്താവിനെ പോലെ ഇരുമ്പുകോൽ കൊണ്ട് ഭരണം നടത്തും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നാം ഇപ്പോൾ തൽക്കാലമായി കഷ്ടതയിലൂടെ പോന്നു, എന്നാൽ നിത്യതയിൽ അവിടെ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ നാം അവനോടുകൂടെ വാഴും. ഇപ്പോൾ കഷ്ടം അനുഭവിക്കുമെങ്കിലും നാം അവനോടുകൂടെ വാഴും. അന്ന് നാമും ഇരുമ്പുകോൽ കൊണ്ടായിരിക്കും ഈ ഭരണം നടത്തുവാൻ പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ രാഷ്ട്രത്തിന് തങ്ങളുടെ രാജാവായ ദാവീദിനെ വീണ്ടും കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവ് ഇസ്രായേൽ പലസ്തീൻ അഥവാ വാഗ്ദത്ത ഭൂമിയിൽ ദാവീദ് രാജാവായി വീണ്ടും വാഴും. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം 9-ഉം 21 വാക്യങ്ങൾ വായിക്കാം. അവർ തങ്ങളുടെ ദൈവമായ യഹോവയാണ് ഭരിക്കുന്നത് കാണും. ഓക്കെ, അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. അവർ ഞാൻ എഴുന്നേൽപ്പിക്കുന്ന ദാവീദിനെ സേവിക്കും. അഥവാ ദാവീദ് വീണ്ടും വരികയും താൻ രാജാവായി വാഴുകയും ചെയ്യുമെന്ന് ഈ വാക്യത്തിൽ കാണുന്നു. 21-ാം വാക്യം. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട്. പല വിധത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകും. നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ ഭരണഘടനയിൽ പല വ്യക്തികളുണ്ട്. കളക്ടറുണ്ട്, അതുപോലെ തഹസീൽദാരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിൽ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ അന്നും പ്രഭുക്കന്മാർ, നോബിൾസ് വിൽ ബി ദർ, ഗവർണേഴ്സ് വിൽ ബി ദർ ആൻഡ് ജഡ്ജസ് വിൽ ബി ദർ. അഥവാ നോബിൾസും ഗവർണേഴ്സും ജഡ്ജസും കൂടിയാണ് ഭരിക്കുന്നത്. ദാവീദ് വീണ്ടും രാജാവാകുമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഹോശേയ പ്രവചനം 3:5 വായിക്കുക. ഹോശേയ പ്രവചനം 3:5. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവികാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവന്റെ നന്മയിലേക്കും വരും. ദാവീദിനെ അന്വേഷിക്കും എന്ന് നാം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന്റെ എസ്കേൽ 37:25 അത് തന്നെ കാണുവാൻ കഴിയും. എസ്കേൽ 37:25. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവർക്ക് എന്നേക്കും പ്രഭുവായിരിക്കും. അപ്പോൾ ഈ മില്ലേനിയൽ കിങ്ഡത്തിൽ കർത്താവ് രാജാതിരാജാവാണ്. ശ്രദ്ധിക്കുക, അവൻ സർവത്തെയും ഭരിക്കുന്നവനാണ്. എന്നാൽ ഓരോ രാഷ്ട്രങ്ങൾക്കും അവരുടെ അധിപതികൾ ഉണ്ടായിരിക്കും. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അധിപതി ദാവീദായിരിക്കും. അപ്പോൾ ദാവീദ് വീണ്ടും വരികയും ഇസ്രായേൽ ഭരിക്കുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് രാജാതിരാജവും കർത്താതി കർത്താവുമാണ്. ഇതാണ് അന്നുള്ള ഭരണഘടന എന്നുള്ളത് കാണുവാൻ കഴിയുന്നത്. ഈ രാഷ്ട്രത്തിൽ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ ആരൊക്കെ ആയിരിക്കും അതിന്റെ പ്രജകൾ ആരെ? സബ്ജക്ട്സ് ഓഫ് ദ മില്ലേനിയൽ കിങ്ഡം. ഒന്ന്,
എല്ലാ വിശുദ്ധന്മാരും, രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും അതിന്റെ പ്രജകളായിരിക്കും. പ്രത്യേകിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഇസ്രായേൽ അതിന്റെ പ്രജയായിരിക്കും. ജാതികൾ, രക്ഷിക്കപ്പെട്ട ജാതികളും അതിന്റെ പ്രജകളായിരിക്കും. സഭ അവനോട് കൂടെ, മണവാളനോട് കൂടെ ഭരണത്തിന്റെ അവകാശിയായി അവനോടൊപ്പം നാം ഭരിക്കും. ആരൊക്കെ ആയിരിക്കും ഈ പ്രജകളെന്ന് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം 25-ാം അധ്യായം വായിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 25-ന്റെ ആരംഭ ഭാഗത്ത് നമുക്ക് ഇസ്രായേലിനോടുള്ള ന്യായവിധി കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കും. നീതിമാന്മാരായ യഹൂദന്മാർ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും അവരെ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പ് നാം മനസ്സിലാക്കുന്നത് പോലെ മഹാപീഡന ഉണ്ടാവും. ആ മഹാപീഡന കാലത്ത് അനേകായിരം യഹൂദന്മാർ കൊല്ലപ്പെടും. ഹിറ്റ്ലർ നമുക്കറിയാം ഏതാണ്ട് 6 മില്യൺ 60 ദശലക്ഷം യഹൂദന്മാരെയാണ് കൊന്നത്. എന്നാൽ വരുവാൻ പോകുന്ന അന്തിക്രിസ്തു അതിനേക്കാൾ ഉപരിയായിട്ട്, അതിനേക്കാൾ ഇരട്ടി യഹൂദന്മാരെ കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. ആ മഹാപീഡനകാലത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വളരെയേറെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് അനേക യഹൂദന്മാർ കൊല്ലപ്പെടും. എത്ര യഹൂദന്മാർ കൊല്ലപ്പെടുമെന്ന് സക്രിയ പ്രവചനം 13-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന 2-3 യഹൂദന്മാർ കൊല്ലപ്പെടും. വേണമെങ്കിൽ വായിക്കാം. അത് യഹൂദന്മാർ മാത്രമേ ശേഷിക്കുകയുള്ളൂ. എന്നാൽ സർവ്വദേശത്തിലും മുന്നിൽ 2 അംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 3-ൽ 1 അംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 3-ൽ 1 അംശം ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനം എന്ന് ഞാൻ പറയും. ഈ പീഡനകാലത്തിലൂടെ കടന്നു പോകുന്ന യഹൂദന്റെ കഥയാണ് അവിടെ പറയുന്നത്. 2-3 ഭാഗം യഹൂദന്മാർ നശിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും. അന്തിക്രിസ്തു അവരെ കൊല്ലും. ഇന്നത്തെ യഹൂദ സംഖ്യ നോക്കിയാൽ, അഥവാ യഹൂദന്റെ പോപ്പുലേഷൻ ഇന്നത്തെ കണക്കനുസരിച്ച് 15 മില്യൺ ആണ് ഉള്ളത്. അത്രയും 15 മില്യൺ ജൂസ് ആണ് ലോകത്തിൽ മുഴുവനും ഉള്ളത്. അപ്പോൾ 15 മില്യൺ ആണെങ്കിൽ അതിന്റെ 2-3 ഭാഗം കൊല്ലപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേര് കൊല്ലപ്പെടുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു റഫ് എസ്റ്റിമേഷൻ പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 10 ദശലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെടും. 10 മില്യൺ ജൂയിഷ് പീപ്പിൾ. ശേഷിക്കുന്നത് 5 മില്യൺ ജൂയിഷ് പീപ്പിൾ ആയിരിക്കും ഇന്നത്തെ കണക്കനുസരിച്ച്. അവരെ തീയിലൂടെ കടത്തിവിട്ടവരാണ്, അവരെ ശോധന ചെയ്യുന്നവരാണ്, അവർ വിശുദ്ധന്മാരായിട്ട് യഹോവയെ അന്വേഷിക്കുന്നവരായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം യഹൂദന്മാരും കൊല്ലപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 11:26 വായിക്കുക. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ നിന്ന് വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് എന്താണ്? ഇസ്രായേലിന്റെ അഭക്തിയെ, യാക്കോബിന്റെ അഭക്തിയെ അവനിൽ നിന്ന് മാറ്റും, അവന്റെ പാപത്തെ പരിഹാരമുണ്ടാകും എന്നൊക്കെ കാണുന്നുണ്ട്. വായിക്കാം നമുക്ക് റോമാലേഖനം 11:26. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അവൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഇസ്രായേൽ എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ശേഷിച്ചിരിക്കുന്ന എല്ലാ യഹൂദനും രക്ഷിക്കപ്പെടും. അവർ 1/3 യഹൂദന്മാർ രക്ഷിക്കപ്പെടും. അവർ ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കും. അവർ പ്രവേശിക്കുന്നത് സ്വാഭാവികമായ ശരീരത്തോടു കൂടിയായിരിക്കും, നാച്ചുറൽ ബോഡി ആയിരിക്കും അവർക്കുള്ളത്. സ്വാഭാവികമായ ശരീരത്തോടു കൂടി അവർ അവിടെ പ്രവേശിക്കും. അതുകൂടാതെ ആരാണ് പ്രവേശിക്കുന്നത്? നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ആദ്യമ വായിച്ച ഭാഗത്തെ 25:34 നോക്കുക. മത്തായി 25:34 അവിടെ നാം കാണുന്നത്
രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അവിടെ നമുക്ക് എന്താ പറയാ, കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് വരുമ്പോൾ സർവ്വജാതികളെയും തന്റെ അടുക്കൽ കൂട്ടും ന്യായവിധിക്കായിട്ട്. തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ജാതികളെ ന്യായം വിധിക്കും. അവൻ ചെമ്മരിയാടും കോലാടും പോലെ അവരെ വേർപിരിക്കും. ചെമ്മരിയാട് വലത്തു ഭാഗത്തും കോലാടുകൾ ഇടത്തു ഭാഗത്തുമായിട്ട് അവരെ നിർത്തും. എന്നിട്ട് അവരെ ന്യായം വിധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായവിധിയുടെ മാനദണ്ഡം നമുക്കറിയാം. അവനെ വന്ന് കണ്ടു, അവനെ ജയിലിൽ അവനെ സന്ദർശിച്ചു, അവർക്ക് വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ഈ എളിയവനായ എന്റെ സഹോദരനെ നിങ്ങൾ കരുതി എന്നുള്ളതാണ്. എന്റെ എളിയവനായ ഈ സഹോദരൻ, ചെറിയവനായ സഹോദരൻ എന്ന് പറയുന്നത് യഹൂദനാണ്. അഥവാ ഈ പീഡന കാലഘട്ടത്തിൽ, ഇതാണ് അതിന്റെ അർത്ഥം, ഈ പീഡന കാലഘട്ടത്തിൽ 7 വർഷത്തെ മഹാപീഡന കാലഘട്ടത്തിൽ ഈ ജാതികളായ അനേക യഹൂദന്മാരെ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നവരായ ജാതികൾക്കൊരു രക്ഷയുണ്ട് എന്ന് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. അവർക്കൊരു അനുഗ്രഹം ദൈവം കൊടുക്കുകയാണ്. എന്നാൽ അവരെ സഹായിക്കാത്തവരെ, അതാണ് കോലാട് എന്ന് പറയുന്നത്, പാപികളായ യഹൂദന്മാരെ ഉപദ്രവിച്ചവരായ വ്യക്തികൾ, അവരെ യാതൊരു വിധത്തിൽ സഹായിക്കാത്ത വ്യക്തികൾ, അവരെ ശിക്ഷാവിധിയിലേക്ക് തള്ളിയിടും. പിശാചിനും അവന്റെ കൂട്ടർക്കും അവിടെ പറയുന്നുണ്ട്, ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അവർ പോകും. എന്നാൽ വലത്തുഭാഗത്തുള്ള ചെമ്മരിയാടുകൾ അവർ നീതിമാന്മാരാണ്, യഹൂദന്മാരെ സഹായിച്ചവരാണ്. അങ്ങനെ അവരെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കും. ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, അപ്പോൾ പ്രവൃത്തിയാലാണോ രക്ഷപ്പെടുന്നത്? ഒരിക്കലുമല്ല, പ്രവൃത്തിയാലല്ല രക്ഷപ്പെടുന്നത്, കൃപയാലാണ് രക്ഷപ്പെടുന്നത്. ഇവിടെയും രക്ഷ കൃപയാലാണ്. അവർ സഹായിക്കുവാനുള്ള കാരണം അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ്. രാഹാബ് രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. രാഹാബ് 2 വന്ന ഒറ്റുകാരെ സഹായിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ രാഹാബ് രക്ഷപ്പെട്ടത് കൃപയാൽ, വിശ്വാസത്താൽ രക്ഷപ്പെട്ടു. നമുക്കറിയാം, അത് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ തന്റെ പ്രവൃത്തിയല്ല അതിന് കാരണമായി തീർന്നത്. എന്നാൽ തന്റെ വിശ്വാസത്തിന്റെ അനന്തര ഫലമായിട്ട് താൻ പ്രവർത്തിച്ചു. ഈ ജാതികളും തങ്ങളുടെ യഹോവയിലുള്ള വിശ്വാസത്തിന്റെ ഫലമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനം എന്താണ്? യഹൂദനെ സഹായിക്കുക. യഹൂദനെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുവാൻ അവകാശം കിട്ടും. അപ്പോൾ ആരാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുന്നത്? ഒന്ന്, യഹൂദന്മാർ, അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർ. ചെറിയൊരു കൂട്ടമേ ഉള്ളൂ. അവർ പ്രവേശിക്കും. 1/3 ഭാഗം പ്രവേശിക്കും. അവരെ സ്വാഭാവികമായ ശരീരത്തോടു കൂടി പ്രവേശിക്കും. യഹൂദന്മാരുടെ ന്യായവിധിയെ കുറിച്ച് അനേക വേദഭാഗങ്ങളുണ്ട്. എസ്കേലിന്റെ 20-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ജാതികളായ വ്യക്തികൾ അവർ പ്രവേശിക്കും. അതും സ്വാഭാവിക മാനസികമായ ശരീരത്തോടു കൂടി ആയിരിക്കും അവർ പ്രവേശിക്കുന്നത്. ഇതുകൂടാതെ കർത്താവ് വരുമ്പോൾ അനേകർ പുനരുത്ഥാനം പ്രാപിക്കും. നമുക്കറിയാം, സഭ പുനരുത്ഥാനം പ്രാപിച്ച സഭയാണ്. സഭ രൂപാന്തരപ്പെട്ട സഭയാണ്. കർത്താവ് വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ നാം രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടി, അഥവാ പുനരുത്ഥാന ശരീരത്തോടു കൂടി ആയിരിക്കും സഭ ഈ മില്ലേനിയൽ കിങ്ഡത്തിൽ വരുവാൻ പോകുന്നത്. അപ്പോൾ പുതിയ നിയമവിശ്വാസികൾ അവിടെ കാണും, സഭ അവിടെ കാണും. പഴയ നിയമവിശ്വാസികളും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമവിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത് കർത്താവ് ഒലിവുമലയിൽ വരുമ്പോഴാണ്. അപ്പോൾ കർത്താവ് ഒലിവുമലയിൽ വരുമ്പോൾ പഴയ നിയമവിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കും. അബ്രഹാം ആദാം മുതൽ സഭയുടെ സ്ഥാപനം വരെയുള്ള എല്ലാ പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അവരും പുനരുത്ഥാന ശരീരത്തോടു കൂടിയായിരിക്കും. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവരും ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കും. അപ്പോൾ ആരൊക്കെയാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന്, പുനരുത്ഥാനം പ്രാപിച്ച എല്ലാ വിശുദ്ധന്മാരും, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ അവിടെ കാണും. 2,
സ്വാഭാവികമായ പ്രാകൃത ശരീരത്തോടു കൂടി ഉണ്ടായിരുന്ന കർത്താവിന്റെ വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന യഹൂദന്മാർ ഈ സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കും. 3, അന്നുണ്ടായിരുന്ന ജാതികൾ അഥവാ ചെമ്മരിയാടുകൾ, വലത്തുഭാഗത്തുള്ള ചെമ്മരിയാടുകൾ, ഇസ്രായേലിനെ സഹായിച്ച ചെമ്മരിയാടുകളായ ഈ ആടുകളും അവരെ പ്രവേശിക്കും. അങ്ങനെയെങ്കിൽ സഹസ്രാബ്ദ ആഴ്ചയുടെ ആരംഭത്തിൽ സർവരും അഥവാ എല്ലാവരും വിശ്വാസികളായിരിക്കും. ഒരു അവിശ്വാസി പോലും സഹസ്രാബ്ദ വാഴ്ചയിൽ കടക്കുകയില്ല. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ സർവരും വിശ്വാസികളായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാജ്യം വരുന്നിട വരെ നിങ്ങളിൽ ചിലർ ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾ കാണുമെന്നൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ നോക്കാം. അവിടെ അത് പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവ്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം അവരെല്ലാം മരിച്ചുപോയി. പിന്നെ എന്താ, രാജ്യത്വം വരുവോളം മരണം ആസ്വദിക്കാത്തവരുണ്ടാകും എന്ന് പറയുന്നു. അതെങ്ങനെയാണ് നിവർത്തിയായത്? 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ 17-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഇതാണ് കർത്താവ് അവരെ കാണിച്ചു കൊടുത്തത്. അവർ മരണം കാണുന്നതിന് മുൻപേ ആ രാജ്യത്വം വരുന്നത് കാണുകയാണ്. കർത്താവ് ഈ 3 പേരെയും കൊണ്ട് രൂപാന്തരമലയിൽ മറുരൂപമലയിൽ കടന്നു പോയതായിട്ട് കാണുന്നു. അവിടെ ചെന്നിട്ട് അവൻ രൂപാന്തരപ്പെട്ടു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ രൂപാന്തരപ്പെട്ട മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയുടെ മിനിയേച്ചർ ഫോമാണ്. ഒരു ചെറിയ രൂപം, സഹസ്രാബ്ദ വാഴ്ച എങ്ങനെ ഇരിക്കും എന്നതിന്റെ ഒരു രൂപം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ മഹത്വ സമ്പൂർണനായി അവരുടെ മുൻപിൽ വെളിപ്പെട്ടു. എന്ന് മാത്രമല്ല, അവരോടൊപ്പം കടന്നു വന്ന ആരാണ്? 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത ഭാഗം വായിക്കാം. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. എന്ന് പറയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് മറുരൂപമലയിലേക്ക് പോയി. താൻ രൂപാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമായി. മോശ താൻ മരിച്ചു, നമുക്കറിയാം. യഹോവയായ ദൈവം മോശയെ അടക്കി എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഏലിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ താൻ മരണം കണ്ടില്ല. മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ്. സഹസ്രാബ്ദ വാഴ്ചയിലും ഈ 2 കൂട്ടരുണ്ടായിരിക്കും. മരണം കണ്ട് പുനരുദ്ധാനം പ്രാപിച്ച വിശുദ്ധന്മാരുണ്ടായിരിക്കും മോശയെ പോലെ. മരണം കാണാതെ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും ഉണ്ടായിരിക്കും ഏലിയാവിനെ പോലെ. അപ്പോൾ ഈ വിധത്തിലുള്ള 2 കൂട്ടരും ഉണ്ടായിരുന്നു. അവർ 2 കൂട്ടരും രൂപാന്തരം പ്രാപിച്ചവരാണ്. അതുകൂടാതെ സ്വാഭാവികമായ മനുഷ്യ ശരീരത്തോടു കൂടെ ഇരിക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും. അതാണ് പത്രോസ് യോഹന്നാനും യാക്കോബും. അവർ 3 സ്വാഭാവികമായ ശരീരത്തോടു കൂടിയവരായിരുന്നു. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ വിധത്തിലുള്ള വ്യക്തികളായിരിക്കും ഉള്ളതെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിലെ പ്രജകൾ ആരൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രവേശിക്കുമ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും അനേക ദുഷ്ടന്മാർ അഥവാ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 1000 ആണ്ട് ആവുമ്പോഴേക്കും ഈ സ്വാഭാവിക ശരീരത്തോടു കൂടിയുള്ളവർ അവർ വിവാഹിതരാകും. അവർ വിവാഹം കഴിച്ച അനേക കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതിൽ ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കില്ല.
അവർ ചിലർ പാപം ചെയ്യുന്നവരായിരിക്കും, ദുഷ്ട സ്വഭാവമുള്ളവരായിരിക്കും. കാര്യം നമ്മുടെ ഈ ശരീരം ആദാമ്യ ശരീരമാണ്. ആദാമ്യ ശരീരത്തിന്റെ ഫലമായി ജനിക്കുന്നവരെ ആദാമ്യ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ വിശുദ്ധന്മാരായിരിക്കുമെങ്കിലും പിന്നീട് അവിടെ ജനിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ചില പാപം ചെയ്ത് തെറ്റുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ സഹസ്രാബ്ദ വാഴ്ചയിലുള്ള അവസ്ഥ എന്തൊക്കെയായിരിക്കും? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, സമാധാനം അവിടെ ഉണ്ടാവും. യെശയ്യാപ്രവചനം 2:4 വായിക്കുക. സർവ്വ ലോകത്തിലും സമാധാനം, യുദ്ധം ഉണ്ടാകുകയില്ല. ഇനിയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ശ്രദ്ധിക്കുക, ഈ വാക്യം UN ഹെഡ്ക്വാർട്ടേഴ്സ്, ന്യൂയോർക്കിലുള്ള UN ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്. യെശയ്യാപ്രവചനം 2-4 വാക്യം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, യുഎന്റെ ഉദ്ദേശം ഇനി യുദ്ധം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് UNO സ്ഥാപിച്ചത്. എന്നാൽ UNO സ്ഥാപിച്ചതിന് ശേഷം ലോകത്തിൽ ഏറ്റവും അധികം യുദ്ധങ്ങൾ ഉണ്ടായത്. ഈ വാക്യത്തിന്റെ പൂർത്തീകരണം അഥവാ നിവൃത്തിയാകുവാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ആയുധങ്ങളൊന്നും ഉണ്ടാകുകയില്ല, യുദ്ധം ഇനി ഉണ്ടാകുകയില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 60-18 വായിക്കുക. 60-18. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് വളരെ ശാന്തമായ സമാധാനത്തിന്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാകും. ഭയങ്കരമായ സെക്യൂരിറ്റി ഉണ്ടാകും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സർവ ലോകത്തിലും സമാധാനം വ്യാപരിക്കും എന്ന് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല സർവനീതിയും പ്രകടമായിരിക്കും. ദൈവിക നീതി അനുസരിച്ചായിരിക്കും ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത്. സോഷ്യൽ ജസ്റ്റിസ് വിൽ ബി മെറ്റ്. യെശയ്യാപ്രവചനം 11-4-5 വാക്യം വായിക്കുക. അവൻ ദരിദ്രന്മാർക്ക് നീതിയോട് ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. നീതിയോടുകൂടി കർത്താവ് ഭരണം നടത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ അനേക വാക്യങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ 65-24 വായിക്കാം. 65-24 അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ആർക്ക് വേണമെങ്കിൽ അവരുടെ പരാതികൾ അർപ്പിക്കാം. അവരുടെ മനസ്സിലുള്ളവർ അവർക്ക് ന്യായം ലഭിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഉടനെ കർത്താവ് അവർക്ക് ന്യായം വിധിക്കും. നമുക്കറിയാം, ഇന്നത്തെ കോർട്ടുകളിൽ ഒരു കേസ് കൊടുത്താൽ വർഷങ്ങൾ എടുക്കും അതൊന്ന് സെറ്റിൽമെന്റ് ആകുവാൻ, അതിന് വിധി കൽപ്പിക്കുവാൻ. എന്നാൽ കർത്താവിന്റെ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ വിധി തുരന്തമായിരിക്കും, പെട്ടെന്നായിരിക്കും വിധികൾ നടക്കപ്പെടുന്നത്. യാതൊരു വിധമായ അനീതിയും ഉണ്ടാകില്ല, ന്യായമായ ന്യായവിധി അവിടെ ഉണ്ടാകും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദുഷ്ടന്റെ എല്ലാ പ്രവൃത്തികളെയും അവിടെ അവസാനിപ്പിക്കും. There is no violence, no wickedness will be there. Psalm 101:8. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. ശ്രദ്ധിക്കുക, ദേശത്തിലെ ദുഷ്ടന്മാരെ രാവിലെ തോറും. തന്റെ ന്യായവിധി എപ്പോഴും ഉണ്ടായിരിക്കും. ദുഷ്ടം പ്രവർത്തിക്കുന്ന അവരെ നാം നശിപ്പിക്കും. യാതൊരു വിധമായ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഉണ്ടാകുകയില്ല. എല്ലാം നീതിയായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും അവിടെയുണ്ട്. നീതിമാന്മാർ പന പോലെ, അവര് ലബാനോനിലെ വൃക്ഷം പോലെ അവർ തളർക്കുന്നതായിട്ട്. 92:11 വായിക്കുക. എന്താണ് വായിക്കുന്നത്? നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ദേവദാരു പോലെ വളരും, പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ വളരും. ദുഷ്ടന്മാരെ അവർ നശിപ്പിക്കും. എന്നാൽ പാപികളായ വ്യക്തികൾ, ദുഷ്ടന്മാരായുള്ളവർ, അവർ മരിക്കും. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ മരണം ഉണ്ടാകും.
എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മരിക്കുന്നത് നീതിമാന്മാരല്ല, ദുഷ്ടന്മാരാണ്. അവിടെ മരണമുണ്ടാകും. ആരെങ്കിലും മരിക്കുന്നുവെങ്കിൽ അവൻ ഏകദേശം ബാലൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, 65 യെശയ്യാപ്രവചനം 65 വായിക്കാൻ വളരെ രസകരമായ ഒരു വാക്യമാണ്. അവിടെ പറയുന്നത്, ആരെങ്കിലും മരിച്ചാൽ ഒരു ബാലൻ മരിച്ചു എന്ന് പറയും. അവന്റെ വയസ്സ് ചോദിച്ചാൽ ബാലന്റെ വയസ്സ് എത്ര എന്ന് പറയുന്നുണ്ട്? 100 വയസ്സായിരിക്കും. ശ്രദ്ധിക്കുക, 65 കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. അവിടെ പറയുന്നത് അവിടെ ബാലൻ ആണ് മരിച്ചത്. അവൻ എത്ര വയസ്സാ? 100 വയസ്സ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന ബാലൻ? കാര്യം മനുഷ്യന്റെ ആയുസ് വളരെയേറെ ദീർഘമാണ്. 800ഉം 900ഉം വർഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് 100 വയസ്സുള്ള ഒരു വ്യക്തി മരിച്ചാൽ അവൻ ബാലൻ മരിച്ചു എന്നാണ് പറയുന്നത്. ആൾക്കാർ പറയോ, ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കുഞ്ഞു മരിച്ചു. ആ കുഞ്ഞിന്റെ വയസ്സെത്താണോ ചോദിച്ചാൽ 100 വയസ്സ്. എന്നാൽ ഇവിടെ പറയുന്ന അടുത്ത ഭാഗം വരെ ആരാണ് മരിക്കുന്നത്? പാപിയെ മരിക്കുകയുള്ളൂ. നീതിമാന്മാരുടെ മരണം ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതുകൊണ്ട് തന്നെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നീതിമാന്മാരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. 2 വിധത്തിലുള്ള പുനരുത്ഥാനമാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനം, മറ്റേത് രണ്ടാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് 1000 ആണ്ടിന് മുൻപ് നടക്കുന്ന എല്ലാ പുനരുത്ഥാനവും, കർത്താവ് ആദിഫലം, മറ്റുള്ള തുടർന്ന് നടക്കേണ്ട എല്ലാ പുനരുത്ഥാനവും നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ്. 1000 ആണ്ടിന് മുൻപ് നടക്കുന്ന നീതിമാന്മാരുടെ പുനരുത്ഥാനത്തെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ 1000 ആണ്ടിന് ശേഷം നടക്കുന്ന പുനരുത്ഥാനമാണ് രണ്ടാമത്തെ പുനരുത്ഥാനം, അഥവാ ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. അതുകൊണ്ട് ഈ സത്യം നാം മനസ്സിലാക്കണം. 1000 ആണ്ട് വാഴ്ചയിൽ നീതിമാന്മാർ ആരും മരിക്കുന്നില്ല. മരിക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ്, പാപികളാണ് മരിക്കുന്നത്. അതുകൊണ്ട് 1000 ആണ്ടിന് ശേഷം നീതിമാന്മാരുടെ പുനരുത്ഥാനമില്ല, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ഒരു വ്യക്തി അത് വായിച്ചുകൊണ്ടിരിക്കാന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളുള്ള ഭാഗ്യവാന്മാർ എന്ന് വായിച്ചു. താൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒന്നാമത്തെ കിട്ടിയില്ലല്ലേ, രണ്ടാമത്തെ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പറയട്ടെ, രണ്ടാമത്തേന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്കാളികളായവർ ഭാഗ്യവാന്മാരാണ്. അത് വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്. രണ്ടാമത്തെ പുനരുത്ഥാനം ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അത് നമുക്ക് ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇന്നേ വരെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പുനരുത്ഥാനത്തിന് അവകാശിയായിത്തീരും. നിങ്ങൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് അവകാശികളായി ഭാഗ്യവാന്മാരായി തീരുക. അപ്പോൾ നാം കാണേണ്ടത് സഹസ്രാബ്ദ വാഴ്ചയിലെ ഭരണകൂടത്തെ കുറിച്ചാണ് വായിച്ചത്. അവിടെയുള്ള പ്രജകളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് തുടർന്ന് പല കാര്യങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം.